അയ്യോ, കോടതിയിൽ കിടുകിടാ വിറപ്പിച്ച വക്കീലാണ്. ആദ്യ രാത്രി നിന്ന് വിറയ്ക്കുന്നുണ്ടോ? ബന്ധുക്കളെങ്ങാനും കണ്ടാ വിചാരിക്കും വെള്ളം അടിക്കാതെ നിന്ന് വിറയ്ക്കുന്നതാണെന്ന്. എന്തോ ചെയ്യും? സത്യം പറഞ്ഞ ആദ്യ രാത്രി ഉണ്ടല്ലേ, ആദ്യമായിട്ടായോണ്ടും എന്റെ തോപ്പണാൻകുടിയിലെ മാമന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, മാമ ഇത് എങ്ങനെയാണെന്ന്. മാമൻ പറഞ്ഞു പഴയ സിനിമ കണ്ടാൽ മതിയെന്ന്. ഞാൻ ഈ സിനിമ കാണുമ്പോ പെണ്ണും ചെറുക്കനും കൂടി ഇങ്ങോട്ട് കയറി വരും, കഥ പടയ്ക്കും, പിന്നെ കാണുന്നത് മഴ പെയ്യണത്, ട്രെയിൻ പോണത്, കുതിര പോണത്, ക്ലോക്ക് കറങ്ങണത്. ഇതിൽ നിന്നൊന്നും എനിക്കൊന്നും മനസ്സിലായില്ലേ. ഞാൻ എന്തോ ചെയ്യും? സ്നേഹത്തോടെ എന്തെങ്കിലും വിളിച്ചാലോ? എന്തോ വിളിക്കും? മുത്തേന്ന് വിളിക്കല്ലേ? അല്ല, മുത്ത് അത് പഴയതായി പോകൂലേ? മുത്തിനേലും നല്ലത് ബേബി എന്നാണ്. കുട്ടിയുടെ പേരെന്താ? കുട്ടിയുടെ പേര് ചിപ്പി. ആ ചിപ്പി എന്ന് തന്നെ വിളിച്ചത്. ഈ ബേബി എന്ന് പറയുമ്പോ പേര് മാറിയിട്ടുണ്ട്. അല്ലല്ല, ബേബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിളിക്കുന്നതാണ്. ഇതൊക്കെ ഓൾഡാണ്. സത്യം പറഞ്ഞപ്പോ ആ കൊച്ചിനെ ഇഷ്ടപ്പെടണമെങ്കിൽ ആദ്യം വിളിക്കേണ്ട പേര് കുണുവാവെന്ന് വിളി. കുണുവാവ നല്ല പേരാ. അതൊക്കെ ഒരുപാട് യൂസ് ചെയ്ത സാധനമാണ്. ബേബിയാണ് കുണുവാവ ഏറ്റവും തീരുമാനമാകട്ടെ. കുണുവാവ വിളിക്കാം, കുണുവാവെന്ന് വിളിക്കാം. കൊച്ചിനൊരു ഞാൻ പറയുന്ന ബേബി എന്നൊക്കെ ആണുങ്ങളുടെ പേരാ. അത് കുണുവാവയാണ്. ഒറിജിനൽ പേര് കുണുവാവ മതി. കുണുവാവ ഇക്ക പറയണത് ഭയങ്കര. കുണുവാവ ആരും വിളിക്കാത്ത പേരാണ്. ഫ്രഷ് ആണ്. ബേബിയിൽ നിൽക്കാന്നാണ് പറഞ്ഞത്. ബേബി ഒരു ആഞ്ചർക്കന്റെ പേരല്ലേ? എന്റെ അഭിപ്രായം മുത്താട്ടോ. അതിന്റെ പേര് ചിപ്പി എന്നാണ്. പിന്നെ വ്യത്യാസമില്ലല്ലോ. കുണുവാവ മുത്ത മതിന്ന് ഉദ്ദേശം നമ്മളിപ്പോ ആയിട്ടില്ല പറയാ. ഇത് സമ്മതിക്കൂല. മതി, ഞാൻ വിളിച്ചോളാം. എന്തെങ്കിലും വരുമ്പോ ഞാൻ വിളിച്ചോളാം. ചുമ്മാ തമ്മിലടിക്കോളാം. എന്റെ ഭാര്യയുടെ പേരും പറഞ്ഞു ഞാൻ എന്തായാലും വിളിച്ചോളാം. ചിപ്പി എന്നെങ്കിൽ ചിപ്പി. കണ്ടാ, ഒരുപാട് ഗിഫ്റ്റ് അമ്മക്ക് കിട്ടി. അവള് ഭയങ്കര കാശാരിയ. ദൈവം തമ്പുരാനെ, വലിയൊരു ഗിഫ്റ്റ്. എന്തോ ഫ്രിഡ്ജ് കണ്ട. നമുക്ക് ഇനി തണുത്ത ബീറൊക്കെ അടിക്കാം. ഫ്രിഡ്ജ് ഉണ്ട്. ദൈവം തമ്പുരാനെ, ആദ്യം ഇതൊന്ന് കണ്ടുതരാ. ഫ്രിഡ്ജ് ആണെങ്കിൽ നല്ലതായിരിക്കും. ഫ്രിഡ്ജ് എന്റെ വാല്ല നിന്റെ കുത്തി കയറി. മണി മണി നെയ്യല്ല, മണി വെളിച്ചെണ്ണ. അതല്ല മണി, നീ ജയിലിനകത്തല്ലായിരുന്നു. എങ്ങനെയാ എന്റെ ബെഡ്റൂമിൽ വന്നത്? ഒരു കാക്ക കൊത്തി എന്നെ ഇങ്ങനെ ഇവിടെ കൊണ്ടിട്ടടാ. കാക്ക കൊത്തിയോ? ഓ, ജയിലി എന്തുകൊണ്ട് സുഖാണോ? പിന്നെ മറൈൻ ഡ്രൈവില്ലേ, ഞാൻ അവിടെ സൂഹിക്കാൻ പോയല്ലേടാ. ഇറങ്ങി പോടാ. ഇന്ന് എന്റെ ആദ്യ രാത്രിയാണ്. ഇന്ന് നിന്റെ അവസാന രാത്രിയാണ്. അവസാന രാത്രിയോ? ഓ, നീ ഒന്ന് ഇറങ്ങിപ്പോ. പോവത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവനെ ഭയങ്കര വക്കീല. ഞങ്ങൾ തമ്മിൽ കൂടെ പഠിച്ചതിന്റെ പേരിൽ ഇവ എന്നെ കോടതിയിലേക്ക് ഒരു കള്ളസാക്ഷി പറയാൻ വേണ്ടിട്ട് വിളിച്ച്. ഞാൻ നേരെ അവിടെ ചെന്ന് കള്ളസാക്ഷി പറയാൻ പോയ എനിക്ക് ജീവപര്യന്തം ഇവന്റെ പ്രതി ഇപ്പോഴും ഓറഞ്ച് കച്ചവടം നടത്തിക്കൊണ്ട് നടക്കുക. അവന്റെ ഓറഞ്ചും ആപ്പിളും ആണ് താണ്ടായിരിക്കണത്. അവന്റെ ഓറഞ്ചും ആപ്പിളും തിന്ന് ഇവ ആദ്യ രാത്രി ആഘോഷിക്കാൻ പോവേ. ഞാൻ അവിടെ ഉണ്ടൻ തിന്ന് കിടക്കുക. അത് നിന്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ എന്ത് തിരിയടാ? എല്ലാ സ്വാതന്ത്ര്യത്തിനും മന്ത്രിമാര് ജയിലിൽ വരും. എന്നിട്ട് പ്രതികളുടെ ചോദിക്കും എന്തോ വേണം. അപ്പൊ അവരൊരു ശിക്ഷ ഇളവ് ചെയ്യണം, അല്ലെങ്കിൽ പറഞ്ഞു ഉണ്ടെന്ന് അവരങ്ങനെ ചെയ്യും. കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് മന്ത്രി വന്നായിരുന്നോ? നിന്റെ അടുത്ത് വന്നിട്ട് എന്തോ വേണോന്ന് ചോദിച്ചു. നീ എന്തോ പറഞ്ഞ്? ഒരു കെട്ട് വീടി വേണോ? വലിച്ച്. അത് തന്നെ ഒരാഴ്ച ഇരുന്ന് വലിച്ച്. അല്ല, അതുകൊണ്ട് 3 വർഷവും കൂടി അടിച്ചു കൊടുത്തേക്കണം. അതുകൊണ്ട് അതൊന്നും പറയണ്ട. ഇന്ന് മണി വെട്ടും. എന്റെ ആദ്യരാത്രിയാണ്. എടാ, ഈ മണി നിന്നെ വെട്ടുവന്ന്. എന്നാ നാട്ടുകാരെയല്ല ഞാൻ വിളിക്കാൻ പോവാ. വിളിയടാ. ബന്ധുക്കളെ വിളിക്കും. വിളിയടാ. കള്ളൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറയാം. നിന്റെ വീട്ടുകാരെ നാട്ടുകാരെ മൊത്തം വിളിക്കും. ആദ്യം വിളിക്കണം നിന്റെ പെണ്ണുമ്പിള്ള. എന്തോ കാര്യത്തിന്? നിന്റെ സകല കള്ളവും ഞാൻ പറഞ്ഞു കൊടുക്കും. എന്തോ കള്ളം? നീ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ പെണ്ണുങ്ങളുടെ ബാത്റൂമിൽ എത്തി നോക്കിയത് ഞാൻ പറഞ്ഞു കൊടുക്കും. അതൊക്കെ പറയാം. അത് കുഞ്ഞിനാളിലെ തെറ്റല്ലേ? അത് ഞാൻ അവിടുത്തെ പറഞ്ഞിട്ടുണ്ട്. ബന്ധുക്കളെ വിളിക്കാൻ പോവാ. നീ വലുതായതിനു ശേഷമുള്ള ഒരു തെറ്റ് പറയട്ടാ. എന്താ? എടാ, നീ നമ്മളെ വാദിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന കൊലക്കേസിലെ പ്രതി ഉണ്ടല്ലോടാ, ബിനുവിന്റെ വീട്ടില് അവന്റെ ഭാര്യയെ കാണാൻ വേണ്ടിട്ട് രാത്രി പോയത് ഞാൻ പറഞ്ഞു കൊടുക്കും. അത് ലോ പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോണം. പിന്നെ പാതിരാത്രി 12 മണിക്ക് മൃഗേല മമ്മൂട്ടി മറ്റേ കോഴിയം കൊണ്ട് പോകും പോലെ അല്ലേ ലോ പോയിന്റ്. അയ്യോ, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞു കൊടുക്കും. എന്റെ ആദ്യ രാത്രിയല്ലേ?
പെണ്ണ് വരും. അതിനു മുന്നേ നമുക്ക് അല്ല നമുക്കൊരു കോംപ്രമൈസിന് മുന്നോട്ട് കോംപ്രമൈസ് ആണെങ്കിൽ ഒരു 10 ലക്ഷം രൂപ വന്നാലും ഓക്കെ. 10 ലക്ഷമോ? 10 ലക്ഷം അല്ല 10 ലക്ഷം. 10 ലക്ഷം ഒന്നും ഇല്ലളിയാ. എടാ എനിക്ക് നിന്നെ അറിയാം, നീ കള്ള വക്കീലാണ്, നീ നല്ല രീതിയിൽ ശ്രീധരൻ വാങ്ങിയിരിക്കും. അവള് കാശുകാരിയാണ്. ഞാൻ ശ്രീധരൻ വലുതായിട്ടൊന്നും മേടിച്ചിട്ടില്ലാന്ന്. അതെന്താ അങ്ങനെ? മറ്റേ ടൈറ്റാനിക് സിനിമയിലൊരു നായിക ഉണ്ടല്ലോ, ചെമ്പരത്തി. ചെമ്പരത്തിയാ? ചവന്നാറിപ്പൂ. ചവന്താറി പോവാ. എന്തോ എടാ റോസ്. റോസ്. ടൈറ്റാനിക് സിനിമയിലെ റോസിനെ പറിച്ച് വെച്ചേക്കുവാണ്. തന്നെ? പിന്നെ ഇന്ന് നിന്റെ ആദ്യ രാത്രിക്ക് ഇടി വെട്ടി മഴ പെയ്യൂടാ. എന്തുവാ? മാക്രി കരയുന്നു. മാക്രിയല്ല, എന്റെ റോസ് വിളിക്കണേണ്. ഞാൻ ഒരു കാര്യം പറയാം, 10 ലക്ഷം രൂപ തരാൻ ഞാൻ ഇവിടെ പോകത്തില്ല. മഞ്ഞച്ചരടിനുള്ളിൽ മംഗല്യം കുഞ്ഞിച്ചിറകു മിന്നുന്ന മിന്നിലെങ്ങോ മിനുങ്ങും മിന്നാമിനും ഉണർന്നു. കറക്റ്റ് ടൈറ്റാനിക്കിലെ റോസ് പറിച്ചു വെച്ചിരിക്കണ്ടേ? എന്താ? അല്ല കറക്റ്റ് ഈ റോസാപ്പൂ ആര് പറിച്ചു വെച്ചെന്ന്? അതെന്റെ അമ്മ പറിച്ചു വെച്ച് തന്നതാ. എന്താ അത്? കാണിച്ചതാ. പേടിയാവുന്നു. അതെ ഏട്ടാ, ഏട്ടനറിയാമോ, ഞാനാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യക്കുറി. അല്ല ഭാഗ്യവതി. ഭാഗ്യവതി. എന്താ? എന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, കാക്കപ്പുള്ളിയുള്ള പെണ്ണുങ്ങൾക്ക് രാജകുമാരനെ പോലുള്ള ഭർത്താക്കന്മാരെ കിട്ടുമെന്ന്. എന്താ ഫസ്റ്റ് നൈറ്റ് അല്ലേ? വേറെന്തേലും കാക്കപ്പുള്ളി എവിടാന്നാ പറഞ്ഞത്? കാക്കപ്പുള്ളി അതെന്റെ തുടയില കാണിച്ചു തരട്ടെ. ഞാൻ ഒന്നാമതേ കുറെ പുള്ളികളെ കണ്ടോണ്ടിരിക്കുക. അത് ശരി. അപ്പൊ വേറെ പെണ്ണുങ്ങളുടെ കാക്കപ്പുള്ളി ഇങ്ങനെ കാണാറുണ്ടോ? ഞാൻ വക്കീലല്ലേ, കുറെ ജയിൽ പുള്ളികളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞതാ. അതെ, ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോ എന്തെങ്കിലും വ്യത്യാസം ചേട്ടൻ കണ്ടായിരുന്നു? എന്ത് കണ്ടിട്ടും കാര്യമില്ല. നമ്മള് രണ്ടുപേരും അല്ല, മൂന്നാമതൊരാളും ഉണ്ട്. അതൊക്കെ 10 മാസം കഴിഞ്ഞു മതി. എന്തോന്ന്? മൂന്നാമതൊരാളെ വല്ലാത്ത ആഗ്രഹമല്ല അവക്ക്. അതല്ല ഏട്ടാ, ഞാനിങ്ങനെ നടന്നു വന്നപ്പോ ഏട്ട എന്തെങ്കിലും സത്തം കേട്ടോന്ന്. ഈ കെണ്ടവായിന്ന് തന്നെ വന്നത്. സത്തോ? എന്തുവാ? ഒച്ച ഒച്ച സൗണ്ട്. സൗണ്ട് അത് കേട്ടായിരുന്നു? കേട്ടായിരുന്നു. അതെ, എന്റെ അമ്മ എനിക്ക് 2 കൊലുസ് മേടിച്ചു തന്നതാ. നോക്കട്ടെ. കാണണോ? അതെ വന്നേ നോക്കട്ടെ കൊലുസ്. വേണ്ടേ? ഇത് 5 പവൻ. ഇത് 5 പവൻ. രണ്ടും കൂടെ 10 പവൻ. 10 പവനോ? 10 പവനോ? 10 പവനോ? 10 പവനോ? അതെന്തോന്ന് ഏട്ടാ? ഈ റൂമിൽ ഭയങ്കര എക്കോയാണ്. ഞാൻ വന്നപ്പോ എക്കോ കേട്ടില്ലായിരുന്നു. നീ ആദ്യമായിട്ടല്ലേ വരുന്നത്. ഇനി പഴക്കമാകുമ്പോ നീ സംസാരിക്കുമ്പോൾ എക്കോ കേൾക്കും. പോയേട്ടാ അവിടെ നിന്ന്. ഏട്ടാ വേണ്ട ഏട്ടാ വേണ്ടെന്നേ. എന്താ ഏട്ടാ? എന്താ? I love you. I 2 love you. I 3 love you. I 4 love you. I 6 love you. I love you. എന്താണ്? വക്കീലാണെന്നല്ലേ പറഞ്ഞു, ഇത്രയും വലിയ പാട്ടുകാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഉള്ളംകാലി കടിച്ച് ആരായാലും പാടിപ്പോ. ഇങ്ങോട്ട് നോക്കി. എന്തോ ഈ മൂത്ത് എന്തോ ഒരു ഭയം ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ശരിക്കോ? എന്നോട് പറയാം, എന്താ ചേട്ടൻ എന്താ വിഷയം? എടി ഹൈക്കോടതി സുപ്രീം കോടതിയൊക്കെ വാദിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് ഭയം. നിനക്ക് എന്റെ പോളിസി അറിയാമോ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അതെന്താ സൗണ്ട് വേറെ എടുത്തുനിന്നും ആക്ഷൻ ഇവിടെ നിന്നും? കറക്റ്റ് ടൈമിങ്ങിന് ഡബ് ചെയ്യാൻ ശോഭിത്തിലൊന്നും അല്ലല്ലോ. ഇങ്ങനൊക്കെ പറ്റത്തുള്ളൂ. എന്തിനാ എന്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുന്നത്? എന്തിനാ എന്റെ അടുത്ത് എപ്പോഴും തർക്കുത്തരം പറയുന്നത്? എന്റെ അച്ഛനില്ലാത്തോണ്ടല്ലേ? മൈ ഡാഡി, മൈ പപ്പ. എന്റെ പപ്പ ഇല്ലാത്തോണ്ടല്ലേ? പപ്പ എങ്ങനെ മരിച്ചത്? പപ്പ എങ്ങനെ മരിച്ചെന്ന് അറിയില്ലേ? ഇല്ലില്ല. അറിയില്ലല്ലേ? അറിയാം. എന്റെ പാവം പപ്പ ഒരു പ്ലെയിൻ ക്രാഷിലാണ് മരിച്ചത്. ഞാൻ അറിഞ്ഞ ചേച്ചിയുടെ കൊച്ചിന്റെ കളിപ്പാടെ തട്ടി വേണമെന്നല്ലേ? കളിപ്പാട്ടായിരുന്നു പ്ലെയിൻ അല്ലേ? അങ്ങനെയല്ലേ? പിന്നെ എന്തോന്നു? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. ബൾബൂരി വെക്കട്ടാ? സ്വിച്ച് അണച്ചാ പോലെ. ഇവിടുത്തെ സ്വിച്ച് കംപ്ലൈന്റ്. ബൾബൂരിയാലും ഇരുട്ട് വരൂ. അയ്യേ, നീ ആദ്യം പോയി ഒരു ഗ്ലാസ് പാലെടുത്തോണ്ട് വാ. പാലെടുക്കാൻ ഞാൻ മറന്നു ചേട്ടാ. എടുത്തോണ്ട് വാ. എടുത്തു തരാം.
അവള് കണ്ട അവളെങ്ങാനും കണ്ട ഇറങ്ങി പോടാ ഇവിടുന്ന്. എടാ നിന്റെ ടൈറ്റാനിക്കിലെ റോസിനെ കണ്ട് ഞാനിപ്പോ ചത്തുപോകുമായിരുന്നു. എന്തുവാ കൊള്ളാൻ കേട്ടാ. ഇതിന് നീ കുറഞ്ഞത് നല്ല ശ്രീധനം വാങ്ങിയിട്ടുണ്ട്. എടാ അത് അവരുടെ കുടുംബക്കാര് നോക്കൂലി തന്നെയാ. നോക്കൂലിയാ ഈ സാധനത്തിനെ നോക്കണ്ടേ? ആ കൊള്ളാം. എത്ര കിട്ടി? 50 കിട്ടിയില്ലേ? 50 കിട്ടിയില്ലേ? 50 അതിൽ നിന്നൊരു 10 താ. അതിൽ നിന്നൊരു 10 താടാ. പൈസ ഇല്ലളിയാ. എടാ ഞാൻ മറ്റേ പറയില്ലേ കൊണ്ടുതരാം. അമ്മയൊക്കെ അവിടെ നിന്ന് പൈസ ഉണ്ടെന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ കൊണ്ടുതരാം. ഓക്കെ ആയിക്കോട്ടെ. ഈ 10 ലക്ഷം വാങ്ങിച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടി നാട്. എന്റെ പൊന്നേ പേട്ടൻ പറഞ്ഞ് ഈശ്വരോ ഇതിപ്പോ കലിപ്പാവല്ലേ. ഇവ ഇതെവിടെ ചെന്ന് കിടക്ക പെട്ടെന്ന് പൈസ കൊണ്ട് വാടാ. അത് ശരി, പാലെടുക്കാൻ പറഞ്ഞു വന്നിട്ട് കിടന്നുറങ്ങുവാണോ? എന്റെ ഏട്ടനെയും കുറ്റം പറയിട്ട് കാര്യമില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തോ ഒരു ഓട്ടമായിരുന്നു അറിയാവും. അതിന്റെ ക്ഷീണം കാണും. വക്കീലേ എണീക്ക്. ചക്കരക്കുട്ട എണീക്ക്. എന്റെ മീൻകറി വായോ. മോരുക്കുട്ട നിന്റെ അച്ഛൻ എന്റെ നെല്ലിക്കമുക്ക എണീക്കില്ല. എണീപ്പിക്കാൻ എന്റെ ഒരു സൂത്രമുണ്ട്. എന്റെ കുണുവാവ എണീക്ക്. എണീക്കില്ലേ? എണീക്കട കള്ള അവിടെ നിന്ന് എണീക്കട. അയ്യോ ഏട്ടാ ക്ഷമിക്കേട്ടാ, ഞാൻ ബെഡ്ഷീറ്റ് മാത്രമാണ് ബെഡിൽ നിന്ന് വലിച്ചെടുത്തത്. അതിന്റെ കൂടെ ഏറ്റവും കൂടെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തുവാ? തുണി എടുത്തുകൊടുക്ക്. സാരിയല്ലേ കൊടുത്തേക്കുന്നേ? അല്ല, പോയി തുണി എടുത്തുകൊടുക്ക്. നൈറ്റ് ഇടട്ടോ. എടാ പോയി തുണി എടുത്തുകൊടുക്ക്. ചേട്ടാ പിന്നെ നൈറ്റ് കൊടുക്കാം. എന്താ നൈറ്റ് എങ്കിൽ നൈറ്റ് നൈറ്റ് ഇടാൻ പോട്ടെ. നൈറ്റ് ഇടാൻ പോട്ടെ. നൈറ്റ് ഇടാൻ പോവണ്ട. ഇയാൾ എന്തെങ്കിലും ഒന്ന് പറ. ഒന്ന് ഞാൻ തുണി കൊടുക്കണോ? തുണി കൊടുക്കണ്ടേ? കണ്ട വന്നു കയറിയ പെണ്ണ് ഇയാളെന്നൊക്കെ എനിക്കിങ്ങനെ പറയണ എനിക്ക് പിടിക്കൂല. എന്റെ അമ്മയൊക്കെയാണെങ്കിൽ അപ്പൊ ഓടിച്ചേനെ. അങ്ങനെങ്കിലും പറയുമ്പോ പിണങ്ങും. അപ്പൊ അങ്ങ് പോവല്ലോ. അവനെ അങ്ങ് ഇറക്കി വിടാൻ നൈസിന്. അത് ശരി, അങ്ങ് പിണങ്ങിയ ഞാൻ ഓടിക്കളയെന്ന് വിചാരിച്ച. ഈ പിണക്കൊക്കെ മാറ്റാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് കുട്ടാ. ശിവമല്ലിപ്പൂവേ ഇന്നിന്റെ കോപം ഇനി എന്റെ മൗനം കണിമാവിൻ കൊമ്പിന്മേലെ കുടയോളം തിങ്കൾ പൂത്തു കൺമരം പൂക്കും യാമം മന്മഥൻ പാടും നേരമായി. ശിവമല്ലിപ്പൂവേ ഇന്നെന്റെ കോപം കുളിരോലും കാറ്റേ ചേട്ടാ എന്തോന്ന് ഇവിടെ പെരിച്ചാഴി ഉണ്ട്. പെരിച്ചാഴി പോയി. പോയോ? ഇനിയേ ഡ്രസ് ചേഞ്ച് ചെയ്യ്. അവിടെ നിന്ന് ചേഞ്ച് ഞാൻ നേരത്തെ ചുമ്മാ പറഞ്ഞ പോയി ചേഞ്ച് ചെയ്യ്. ഇനി ചേഞ്ച് ചെയ്യണ്ടെന്ന് പറയോ? ചേഞ്ച് ചെയ്യ്. എന്നാ പിന്നെ അമ്മ സിംഗപ്പൂരിൽ നിന്ന് എടുത്തുവിട്ട നൈറ്റ് ഗൗൺ ഉണ്ട്, അതെടുത്തെടുത്ത്. ദൈവമേ, നൈറ്റ് ഡ്രസ് പൊളിക്കും. പോയി ചേഞ്ച് ചെയ്യ്. അങ്ങനെ അലമാര വെച്ചിരുന്നേ. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ ദൈവമേ. അങ്ങോട്ട് എടുക്ക അങ്ങോട്ട്. ഏട്ടാ ഇവിടെ എങ്ങും കാണാനില്ലെന്ന്. ഇവിടെ എങ്ങും ഇല്ല ഏട്ടാ. നോക്ക്. ഏയ് കണ്ട്. ഞാനും കണ്ട്. ഞാൻ കണ്ട. ഞാനും കണ്ട്. കണ്ട. അയ്യോ ദൈവമേ. അമ്മ അമേരിക്കന്ന് കൊടുത്തുവിട്ടതാ. അമ്മ അമേരിക്കന്ന് കൊടുത്തുവിട്ടതാ. ആണോ? പോയേ. നാറത്. എന്ത് കുഴപ്പം? നീ നാറ്റം. പോയി കുളിച്ചിട്ട് അവിടെ വെളിയിൽ ഒരു ബാത്റൂം അവിടെ വെച്ചോണ്ട് പോവാ. ഞാൻ ഇവിടെ നിന്ന് മാറിക്കോളാം. എനിക്കൊരു ഇമ്പാക്ട് വരണ്ടേ? ഇവിടെ നിന്ന് മാറി അങ്ങനെ ഉണ്ടോ? പോയി മാറിയിട്ട് ഇമ്പാക്ട്. അപ്പൊ എവിടെ ഇപ്പൊ അവള് കണ്ടിരുന്നെങ്കിൽ എന്റെ ജീവിതം തൊലയായിരുന്നു. എന്നെ തല്ലിയല്ലേ ഇന്ന് ഞാൻ 10 ലക്ഷം ഒരു വക്കീലിനാണ് നീ ചോദിച്ചത്. ഞാൻ ഇന്ന് പുള്ളിയോടെ പട്ടി. കുറെ നേരമായി ഞാൻ സഹിച്ചു. നീ എത്ര നേരമാണ് നിന്നെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചത്? ഇനി പറ്റത്തില്ല. സഹിക്കുന്നതിന് ഒരു എന്നെ കെട്ടി കൊണ്ടുവന്നിട്ട് വേറെ വിളിച്ച് കയറ്റിയിരിക്കണ കാലമാണ്. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്നെ എന്നെ കെട്ടിക്കൊണ്ട് നീ ഒന്നും പറയുന്നില്ല. കാലമാണ്. എടി മൊട്ടച്ചി, നീ ആരുടെ മൊട്ടച്ചി? എന്റെ പൊന്നെ, മൊട്ടച്ചിയല്ല, അതാണ്. എന്തോ മനുഷ്യങ്ങള്. ഞാൻ പറയാം. മാറ്റാ. ഇതെന്റെ കൂട്ടുകാരനാ. കൂട്ടുകാരൻ ഇവിടെ കാര്യം എന്ത്? അവൻ സർപ്രൈസ് തരാൻ വേണ്ടി വരുന്നതാണ്. അവിടെ ഇവിടുത്താണ് സർപ്രൈസ് തരാൻ. നമ്മുടെ ഈ പയ്യന്മാരുടെ ഒരു പ്രത്യേകത. ഇവന്റെ വീട്ടിലെ കല്യാണത്തിനാണെങ്കിൽ ഞാൻ ബിക്കിനിയൊക്കെ ഇട്ടോണ്ടാ പോയത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല സത്യം ഞാൻ പറഞ്ഞു. ഞാൻ സത്യം പറയാൻ പോവാ. വേണ്ട. സത്യം ഞാൻ പറയും. വേണ്ട. ഞാനൊരു കാര്യം പറയട്ടെ.
വല്യണ്ണ സത്യം പറ. ആ പറയാൻ പോവാ അങ്ങോട്ട് പറ. ഞാനേ പൂജപ്പര സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി വന്ന ഒരു പ്രതിയാണ്. എവിടെന്ന്? പൂജപ്പര സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി വന്ന ഒരു പ്രതിയാണെന്ന്. ഹലോ, വനജയാണേ. ആ, ഒരു ജീപ്പും 2 പോലീസുകാരും ഇങ്ങോട്ടേക്ക്. എന്റെ ഹസ്ബൻഡ് വീട്ടിലെ പൂജപ്പര സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി വന്ന ഒരു കള്ളം നിപ്പുണ്ട്. ഇതെന്താ ഇങ്ങനെ? ഞാൻ കൊണ്ടുപോവാ. ഇതെന്ത് ഇങ്ങനെ? എന്റെ ഭാര്യ എന്ന് മാത്രമല്ലേ നിനക്ക് അറിയത്തുള്ളൂ. ഓ. അവൾ ആരെന്നറിയാമോ? ഇല്ല. പൂജപ്പുര സെൻട്രൽ ജയിലിൽ മറ്റന്നാൾ ചാർജ് എടുക്കേണ്ട സൂപ്രണ്ട് അവള്. ആണാ? അതാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. അളയാ, അപ്പോ വിഷു ഹാപ്പി മാരേജ് ലൈഫ്. എനിക്കൊരു 5 വർഷം കൂടി ഫിക്സ്. തീർന്നാടാ നിന്റെ ടട്ട